നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇനി മുതൽ അവധി ദിവസങ്ങളിലും വാക്സിൻ നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗർഭിണികൾക്കും ഗുരുതര രോഗമുള്ളവർക്കും മുൻഗണന നൽകിയായിരിക്കും വാക്സിൻ വിതരണം. സിറിഞ്ച് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹരിതയ്ക്കെതിരായ നടപടിയിലൂടെ മുസ്ലിം ലീഗിന്റെ സ്ത്രീവിരുദ്ധ മുഖം ഒരിക്കൽ കൂടി വെളിവായെന്ന് CPM. നേതൃത്വത്തെ അപമാനിച്ച MSF നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകിയതിൽ പകപോക്കാനാണ് നടപടിയെടുത്തത്. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വാർഡിലെ 41 വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി വാർഡ് മെമ്പറുടെ മാതൃകാ പ്രവർത്തനം. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ നുഹു കരിങ്കപ്പാറയാണ് വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്നേഹോപഹാരം നൽകിയത്. ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടത്തിയ കർഷക ദിനാചരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഹരിത കമ്മിറ്റി മരവിപ്പിച്ച നടപടിക്കെതിരെ MSF 11 ജില്ലാ കമ്മിറ്റികൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് കൈമാറിയതായി ജില്ലാ കമ്മിറ്റികൾ. കത്ത് നൽകിയെന്ന വാർത്ത PMA സലാം നിഷേധിച്ചു. ഹരിത കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയിൽ MSFനകത്ത് എതിർപ്പ് ശക്തമാവുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഉത്സവ ഭത്ത വിതരണം ചെയ്തു. കേരള സർക്കാർ പ്രഖ്യാപിച്ച ഉത്സവ ഭത്ത വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പും തെക്കൻ കുറ്റൂർ ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായി മൃഗാരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2000-2001 SLC ബാച്ച് വാട്സാപ്പ് കൂട്ടായ്മയായ ഒരു വട്ടം കൂടിയുടെ ആഭിമുഖ്യത്തിൽ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട P. ഇസ്മായിലിന് താന്നാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വീകരണം നൽകി. ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി ഉപഹാരം കൈമാറി. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.